എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 17-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12:17. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സഹ ശിഷ്യന്മാർ ഒത്തുകൂടിയിരുന്ന് പ്രാർത്ഥിച്ച മാളിക മുറിയിലേക്ക് പ്രവേശിക്കുന്നതാണ് രംഗം. രോദ എന്ന പെൺകുട്ടി വാതിൽ തുറന്നു കൊടുക്കുകയും പത്രോസിനെ കണ്ട് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നത് അതിനു മുൻപ് നമ്മൾ കാണുന്നു. യെരുശലേം കൂട്ടായ്മ സംഘത്തിൽ യാക്കോബിന് ഒരു പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബിനോടും അറിയിപ്പീൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. യേശുവിൻ്റെ സഹോദരനായിരുന്നു. യേശുവിൻ്റെ ഭൗമിക കാലത്ത് യാക്കോബ് യേശുവിൽ വിശ്വസിച്ചിരുന്നുവോ എന്നത് സംശയമാണ്. അത് മാത്രമല്ല, അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക കൂടെ ചെയ്തിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 3:21 നമ്മളത് കാണുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശു യാക്കോബിന് പ്രത്യക്ഷനായി എന്ന് വിശുദ്ധ പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ. ഞാൻ ഇനിയും യേശുവിനെ കാണും വരെ യാതൊന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് യാക്കോബ് പ്രതിജ്ഞ എടുത്തുവെന്നും അതുകൊണ്ടാണ് ഉയിർത്തെഴുന്നേറ്റ കർത്താവ് അവനെ മാത്രം ലക്ഷ്യമാക്കി പ്രത്യക്ഷപ്പെട്ടതെന്നുമൊക്കെ ഒരു പാരമ്പര്യം നിലവിലുണ്ട്. യേശുവിൻ്റെ ജീവിതം കൊണ്ട് സാധിക്കാൻ കഴിയാത്തത്, അതായത് ഭൗമിക ജീവിതം കൊണ്ട് യാക്കോബിൽ രൂപാന്തരങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മരണം കൊണ്ട് അത് സാധിച്ചു. ക്രൂശിൽ യേശു മരിച്ച വിധം കണ്ട യാക്കോബ് യേശു വാസ്തവമായി ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കി ശിഷ്ടായുസ് അവന് വേണ്ടി അർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ക്രൂശിൻ്റെ ഒരു വശ്യമായ ശക്തി ഈ ഭാഗം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രൂശിൻ്റെ വചനം അത് നിത്യജീവന്റെ വചനമെന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഹേരോദാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഹേരോദാവ് തൻ്റെ ആരംഭം വളരെ പ്രതാപത്തിലായിരുന്നു. എന്നാൽ അവസാനം ദൈവകോപത്തിലാണ്. പ്രതാപശാലിയായ ഹേരോദാവ് കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് വായിക്കുന്നു. യഹൂദ ചരിത്രകാരനായ യോസിഫസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഉത്സവ ദിവസം വെട്ടിത്തിളങ്ങുന്ന രാജവസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹേരോദാവിൻ്റെ പ്രസംഗം ജനത്തെ ഹഠാദകർഷിച്ചു. ദേവശബ്ദം എന്ന് പറഞ്ഞ് ജനം ഹേരോദാവിനെ പുകഴ്ത്തി. ജനത്തെ വിലക്കി ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ ഏതോ രോഗത്താൽ പെട്ടെന്ന് മരിച്ചു. ദൈവത്തെക്കാൾ മുകളിൽ നിൽക്കുന്നു എന്ന് ഭാവിക്കുന്ന മനുഷ്യൻ്റെ ഒരു നാശമാണ് ഹേരോദാവിൻ്റെ അവസാനം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യൻ്റെ അകംഭാവം ദൈവകോപത്തിൽ കലാശിക്കുന്നതിന് ഉദാഹരണമായി ഇത് കരുതാം. വില്യം ബാർക്ലേ ഇതിനെക്കുറിച്ച് പറയുന്നത്, ദ പ്രൈഡ് ഓഫ് മാൻ ഹാഡ് എൻഡഡ് ഇൻ ദ റാത്ത് ഓഫ് ഗോഡ്. വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവമായിരുന്നു, എന്നാൽ അതിൻ്റെ അവസാന കാലം വളരെ നിരാശാജനകമായി. ഇത് നമുക്കും ഒരു ഭയ നിർദ്ദേശമായി കരുതാവുന്നതാണ്. ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും ഇങ്ങനെയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തൻ്റെ കാൽ കീഴ് താണിരിക്കുകയോ ചെയ്യാതെ പ്രവാചകയുടെ അല്ലെങ്കിൽ സ്വപ്നക്കാരത്തിയുടെ വാക്ക് കേൾക്കാൻ
ഇരുളിൻ്റെ മറ പറ്റിപ്പോയ ശൗൽ രാജാവിൻ്റെ അവസാന രംഗം വളരെ നിരാശാജനകമായിരുന്നു, പരിതാപകരമായിരുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. റോമായിലെ കാരാഗൃഹത്തിൽ വധശിക്ഷ കാത്തുകിടന്ന പൗലോസിന്റെ ഒരു വാചകം ഈ ഒരു സമയത്ത് വളരെ സ്മരണീയമാണ്. തറനിരപ്പിനടിയിലുള്ള അറകളിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നവരെ സൂക്ഷിക്കാറുള്ളത്. ഇടതും വലതും 2 പടയാളികളോട് കുറ്റവാളിയെ ചങ്ങലയാൽ ബന്ധിച്ചിരിക്കും. അവിടെ കിടന്ന പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. തിമത്തിയോസിനോട് ഓർമ്മിപ്പിക്കുന്നതാണ് 2 തിമത്തിയോസ് 2-ാം അധ്യായത്തിൽ. സുവിശേഷകൻ ബന്ധിക്കപ്പെട്ടേക്കാം, കൊല ചെയ്യപ്പെട്ടേക്കാം, എന്നാൽ സുവിശേഷത്തിന് ബന്ധനമില്ല. യാക്കോബ് വധിക്കപ്പെട്ടു, പത്രോസ് കാരാഗൃഹത്തിനായി, സഭ തളയ്ക്കപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബന്ധനമില്ലാത്ത ദൈവവചനം. വിശ്വാസികൾ കൊല്ലപ്പെട്ടേക്കാം, എന്നാൽ ദൈവവചനമോ മേൽക്കുമേൽ പരന്നുകൊണ്ടിരിക്കും. പാതാളവാതിലുകൾ ജയിക്കുന്ന സഭയെക്കുറിച്ചാണ് കർത്താവ് പത്രോസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നുമെന്നേക്കും നിലനിൽക്കുന്ന ജീവന്റെ വചനമാണ്. അതിനെ ഇല്ലാതാക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ശക്തിക്കും കഴിയില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആധികാരികമായ ശക്തി നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ശക്തിക്ക് കീഴിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളും ദൈവമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ദൈവഹിതത്തിനും ദൈവവചനത്തിനും വിധേയമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും മനസ്സലിവിൻ്റെയും പുതിയൊരു വർഷം അവർക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും സന്തോഷവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.